താങ്കളുടെ കയ്യിൽ എന്തായാലും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബെഞ്ച് മുൻപാകെ കൊടുത്തിട്ടുള്ള രേഖയുണ്ടല്ലോ, സബ്മിഷൻ ഉണ്ടല്ലോ. അതിൽ 6ാമത്തെ ഖണ്ഡിക താങ്കൾ നേരത്തെ വായിക്കുകയുണ്ടായി. ഇതിന്റെ തുടക്കം തന്നെ IIIC എന്ന കമ്പനിയെ, ഊരാളുങ്കൽ കമ്പനിയുടെ ഒരു സംവിധാനത്തെ ടെൻഡർ ഇല്ലാതെ 10% അധിക ചെലവോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചതിനെ കുറിച്ച് തന്നെ ആ റിപ്പോർട്ട് പറയുന്നത് എന്താ? ആർബിട്രറി ആൻഡ് എക്സോർബിറ്റന്റ് എന്നാണ്. നോക്കൂ, ഇതാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ തുടക്കം തന്നെ, ഇതിന്റെ കരാറ് തന്നെ ആർബിട്രറി ആണ് എന്ന് ഹൈക്കോടതി മുൻപാകെ ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇനി ആ കരാർ എടുത്തിട്ടുള്ള ഈ സ്ഥാപനം IIIC എന്ന് പറയുന്ന സ്ഥാപനം കൊടുത്തിട്ടുള്ള ബില്ലുകൾ പെരുപ്പിച്ചതാണ് എന്ന് അതേ റിപ്പോർട്ടിന്റെ 10ാമത്തെ ഖണ്ഡികയിൽ താങ്കൾക്ക് കാണാൻ കഴിയും. താങ്കൾ 8ാം ഖണ്ഡിക വായിച്ചല്ലോ, 10ാം ഖണ്ഡിക അപ്പോൾ വായിക്കാതെ വിട്ടതായിരിക്കില്ലല്ലോ. ഇത് കേരളത്തിന് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതു വിഷയവും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്കതിന് കഴിവുമുണ്ട്. ഇവിടെ ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും എല്ലാം ക്ലബ്ബ് ചെയ്യിക്കാൻ BJPയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ ഇരുപുറം എന്ന രൂപത്തിൽ മത്സരിക്കുന്ന നമ്മൾ കണ്ടില്ലേ? ഇതേ കോൺഗ്രസിന്റെ 4 MLA-മാരാണ് ഒരു നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ചോദിച്ചു. 2016 മുതൽ 21 വരെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡിൽ എത്ര തവണ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അതിന് കിട്ടിയ ഉത്തരം അഭിലാഷെങ്കിലും വായിച്ചിട്ടുണ്ടാവുമല്ലോ. കോൺഗ്രസ് വായിക്കാൻ ആഗ്രഹിക്കില്ല, കാരണം മറക്കാൻ ആഗ്രഹിക്കും. കാരണം ദേവസ്വം മന്ത്രി ഒരൊറ്റ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ പാടില്ല, പങ്കെടുത്തിട്ടില്ല. ദേവസ്വം മാനുവലും നിയമപ്രകാരം, ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം ഒരു കാരണവശാലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. എന്നിട്ടാണ് ഇവിടെ ദേവസ്വം മന്ത്രി എപ്പോഴും കണക്ട് ചെയ്ത് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ യോഗത്തിലൊന്നും. അപ്പൊ ഞാനത് പറഞ്ഞേ ഉള്ളൂ സന്ദർഭവശാൽ. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് IIIC-യുമായിട്ടാണ് ഗവൺമെന്റ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ഇത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സംവിധാനം തന്നെയാണ്. അതായത് ഗവൺമെന്റ് തന്നെ ഗവൺമെന്റിന്റെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം മറ്റൊരു ഗവൺമെന്റ് ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ ഒരു ടെൻഡറും വേണ്ട, കരാറും വേണ്ട, എഗ്രിമെന്റും വേണ്ട. ഇവിടെ IIIC ചില സബ് കോൺട്രാക്ട് ഊരാളുങ്കൽ ഏൽപ്പിച്ചു. ഞാൻ പറയട്ടെ, ഊരാളുങ്കലിന്റെ സബ്സിഡിയറി എങ്ങനെയാണ് ഗവൺമെന്റ് കമ്പനി ആവുന്നത് എന്നൊരു പ്രശ്നം. രണ്ടാമത്തേത്, ഗവൺമെന്റ് അല്ല അയ്യപ്പ സംഗമം നടത്തുന്നത്, ദേവസ്വം ബോർഡാണെന്നല്ലേ ഇത്രയും കാലം പറഞ്ഞത്. ഇപ്പൊ ഗവൺമെന്റ് ആയോ ഏൽപ്പിച്ചത്? അല്ല, ഞാൻ പറയട്ടെ, എന്തിനാ ഇത്ര അസഹിഷ്ണുത? നിങ്ങൾക്ക് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ ഒരു ചോദ്യമില്ല, BJP പ്രതിനിധിക്ക് ഒരു ചോദ്യമില്ല, ഞാനൊന്നും മിണ്ടിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ടുള്ള ചർച്ച അല്ല. ഞാൻ റെഡി ടു എക്സ്പ്ലെയിൻ, പക്ഷെ യു പെർമിറ്റ് മീ ടു എക്സ്പ്ലെയിൻ. അല്ല, ഞാൻ റെഡിയാണല്ലോ. അല്ലെങ്കിൽ ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ എറണാകുളം ജില്ലയിൽ LDF-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും തിരക്കിനിടയിൽ താങ്കളുടെ ചർച്ചയ്ക്ക് ഞാൻ വന്നിരിക്കുന്നത് ഓടി ഒളിക്കാനല്ലല്ലോ അഭിലാഷേ. അങ്ങനെ ഓടി ഒളിക്കുന്നവനല്ല ഞാൻ വന്നിരിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ തന്നെയായിട്ടാ. പിന്നെ താങ്കൾ സ്ഥാപിക്കുന്നത് മാത്രം ശരിയെന്ന് അംഗീകരിച്ചു തരാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് IIC-യെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം, അതിനൊരു കരാറും വേണ്ട, ഒരു കരാറും വേണ്ട. ഹൈക്കോടതി കരാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിയമമല്ലാതാകില്ല. അതിന്റെ സബ് കോൺട്രാക്ട് ഊരാളുങ്കലിനെ ഏൽപ്പിച്ചു. ഊരാളുങ്കൽ ആ സബ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. അവർ കൊടുത്ത ഒരു ബില്ലും ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കാനുള്ള ഒരു ഇടമുണ്ടാക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വരവും ചെലവും കൃത്യമായി പരിശോധിക്കുന്നത് ഈ 17-ാം തീയതിയാണ്. ഈ 17-ാം തീയതി നേരത്തെ ഡേറ്റ് നിശ്ചയിച്ചതാണ്. ഹൈക്കോടതി ചോദിച്ചു, 17-ാം തീയതി ഓഡിറ്റ് നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ തരേണ്ട ദേവസ്വം ബോർഡ്. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്ര വലിയ ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനി ആയാലും സംരംഭമായാലും ആ ഓഡിറ്റിങ്ങിന് ഒരു രൂപവും ഭാവവും ഉണ്ട്. അതിൽ ഉൾപ്പെടാതെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരവും ഈ കോടതിയിൽ തരണമെന്ന് പറഞ്ഞത്. അതായത് കേരള ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു സംശയമില്ല. തന്ന റിപ്പോർട്ട് അവർ ടൈപ്പ് ചെയ്ത് വെച്ചു, 5-8 പാരഗ്രാഫ്. ഇതാണ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് തന്നത്. വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് തന്ന ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ദേവസ്വം ബോർഡിന് അറിയില്ല, ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ കൊടുത്ത ഒരു ബില്ലിന്റെയും ഭാഗമായിട്ടല്ല ആ റിപ്പോർട്ട്. ആധികാരികമായിട്ട് പറയുന്നു, ഇവിടെ അഡ്വാൻസ് ആയി തന്ന തുക മുഴുവൻ തിരിച്ചടച്ചിട്ടുണ്ട്, 1 രൂപ പോലും കടമില്ല. അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുക പോലും ദേവസ്വം ബോർഡിന്റെ എടുത്ത് ചെലവാക്കിയിട്ടില്ല, ഭക്തരുടെ എടുത്ത് ചെലവാക്കിയിട്ടില്ല. ഇവിടെ സ്പോൺസർഷിപ്പായിട്ട് വിവിധ മേഖലകളിൽ നിന്ന് കിട്ടിയ പണം മാത്രമാണ് ഉപയോഗിച്ചത്. ഇനിയും ചില ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അതും സ്പോൺസർഷിപ്പ് പറഞ്ഞതിൽ ബാക്കി തുക കൊണ്ട് സെറ്റിൽ ചെയ്യും. അതിൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്നതടക്കം
17/2 ചെലവ് ചെയ്യുന്നത്. ഇത് ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ തന്നെ ചിലർക്ക് ഹാലിളകി. 4-5 പേര് ഹൈക്കോടതിയിൽ പോയി, 4-5 പേര് ഇതിന്റെ പ്രസ്താവനയായിട്ട് ഇറങ്ങി. ഇതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അവർക്ക് ആ ഹാലിളകും. കാരണം ഒറ്റ കാര്യം, ഇന്ത്യയിൽ ഒരു റെയിൽവേ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കുന്നുണ്ടെങ്കിൽ ശബരി റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പകുതി പണം നമ്മൾ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ പോകുകയാണ്. അവിടെ വിമാനത്താവളം വരാൻ പോകുന്നു. അത്തരത്തിൽ വികസനം വരുമ്പോ ഇത് സഹിക്കാൻ പറ്റാത്ത കോൺഗ്രസും BJP-യും പല നമ്പറുമായിട്ട് ഇറങ്ങും. ആ നമ്പറിനൊക്കെ നേരിടാനുള്ള കരുത്തുണ്ട്. ശരി, അങ്ങ് പറഞ്ഞ വാദം ഒരു ബില്ലും പരിശോധിച്ചിട്ടില്ല, ബില്ലൊന്നും പരിശോധിക്കാതെയാണ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിയത്. നോക്കൂ, 10ാമത്തെ പാരഗ്രാഫ്. ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ട് അല്ല കേട്ടോ വായിക്കുന്നത്, ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. അതിൽ പറയുന്നു, ഡിസ്ക്രിപ്പൻസീസ് ആർ നോട്ടീസ്ഡ് വെൻ കമ്പയർഡ് വിത്ത് ദ ആക്ച്വൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റി വിച്ച് ഇസ് ദ ബേസ് ഡോക്യുമെന്റ് ഓഫ് ദ വെരിഫിക്കേഷൻ. ഏത് ആക്ച്വൽ ബിൽസ് ആണ് ബേസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ വിത്ത് കറസ്പോണ്ടിങ് ഇൻവോയ്സസ് സബ്മിറ്റഡ് അലോങ് വിത്ത് ദ ഹെഡ് വൈസ് ബ്രേക്കപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ പ്ലേസ്ഡ് ബൈ സബ് കോൺട്രാക്ടർ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. നോക്കൂ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സബ് കോൺട്രാക്ടർ എടുത്തിട്ടുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നൽകിയിട്ടുള്ള ഹെഡ് വൈസ് ബ്രേക്കപ്പ് ഉള്ള ബില്ലും പ്രൈമറി ഏജൻസിയായ IIIC നൽകിയ ആക്ച്വൽ ബില്ലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബില്ലൊന്നും പരിശോധിക്കാതെയാണോ 2 ബില്ലുകൾ തമ്മിലുള്ള പൊരുത്തക്കേട് കോടതി മുമ്പാകെ പറയുക? ഇനി ഏതാണ് ആ പൊരുത്തക്കേട് അങ്ങ് ചോദിച്ചാൽ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്, അത് പറയുകയും ചെയ്യാം. ഒറ്റ കാര്യം, ഞാൻ ആദ്യം വായിച്ചല്ലോ 2ാം പാരഗ്രാഫിലെ 6ാം സെന്റൻസ്. ഹെൻസ് ദ ഓഡിറ്റർ could not verify the actual expenses incurred by the subcontractors in relation to the execution of the work എന്ന് പറഞ്ഞാൽ ഏതോ ബില്ല് നോക്കിയിട്ടുണ്ടാവും. ചോദിക്കണം, ആരോടാ ചോദിക്കേണ്ടത്? ദേവസ്വം ബോർഡിനോട് ചോദിക്കണം. ആ പൊരുത്തക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഏത് പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ചാലും ഏത് ബില്ല് വെരിഫിക്കേഷന് കിട്ടിയില്ലെങ്കിലും എന്ത് സാഹചര്യം അല്ല അഭിലാഷേ, ആ റിപ്പോർട്ടിന്റെ ഓരോ പാരഗ്രാഫ് എടുക്കണ്ട, മുഴുവൻ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ക്ലിയർ ആണ്. പ്രൈമറി കോൺട്രാക്ട് എടുത്ത സ്ഥാപനം നൽകിയ ആക്ച്വൽ ബില്ലും സബ് കോൺട്രാക്ട് എടുത്ത സ്ഥാപനം നൽകിയ ഹെഡ് വൈസ് ബില്ലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഈ ഹൈക്കോടതി മുമ്പാകെ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഇൻ ആക്ച്വൽ ബിൽ, അതായത് IIIC കൊടുത്ത ബിൽ ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹെഡ് വൈസ് എക്സ്പെൻഡിച്ചർ പ്രൊവൈഡഡ് ബൈ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്, അത് സബ് കോൺട്രാക്ട് എടുത്ത സ്ഥാപനം. നോക്കൂ, ഒറ്റ ചെറിയൊരു കാര്യം, ഫുഡ് ബാറ്റയുടെ കാര്യം, ഡെയിലി ഫുഡ് അലവൻസ് IIIC ക്ലെയിം ചെയ്തിരിക്കുന്നത് 73,780 രൂപയാണ്. സബ് കോൺട്രാക്ട് എടുത്ത സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് അത് 5,939 രൂപ മാത്രമാണ്. കോർഡിനേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ IIIC പറയുന്നുണ്ട് അവരുടെ ബില്ലിൽ. അങ്ങനെ ഒരു സംഭവം ഈ സബ് കോൺട്രാക്ട് എടുത്ത കമ്പനിയുടെ ബില്ലിൽ ഇല്ല. പാർട്ട് ബിയിൽ പെടുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് അക്കോമഡേഷൻ ഓഫ് പേഴ്സണൽസ് 2,34,000 ചില്ലറ രൂപ പ്രൈമറി കോൺട്രാക്ട് എടുത്ത സ്ഥാപനം പറയുന്നുണ്ട്. 1 ലക്ഷം രൂപയാണ് സെക്കൻഡറി കോൺട്രാക്ട് എടുത്ത സബ് കോൺട്രാക്ട് എടുത്ത സ്ഥാപനം പറയുന്നത്. ഹെഡ് വൈസ് ബ്രേക്കപ്പ് വരുമ്പോൾ ഓഡിറ്ററുടെ മുമ്പിൽ വരുമ്പോൾ 2 സെറ്റ് ഓഫ് ബില്ലുകളുണ്ട്, അതിൽ പൊരുത്തമില്ല എന്ന് പറഞ്ഞാൽ കൂടിയ ബില്ല് കാണിച്ചിരിക്കുന്നു പ്രൈമറി കോൺട്രാക്ട് എടുത്ത സ്ഥാപനം എന്നാണല്ലോ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതൊക്കെ ആക്ച്വൽ ബിൽസ് ആണ് കേട്ടോ, നിങ്ങൾ എസ്റ്റിമേറ്റ് ആണെന്നൊന്നും പറയരുത്, സൈബർ പോരാളികൾ പറയുന്നത് പോലെ. അതിൽ ഈ സബ് കോൺട്രാക്ട് ഒരു ഏജൻസി മാത്രമാണ് എടുത്തത് എന്നെന്തെങ്കിലും രേഖ താങ്കളുടെ കൈവശമുണ്ടോ? ഒരു കോൺട്രാക്ട്, പ്രൈമറി കോൺട്രാക്ട്, ഭക്ഷണത്തിന്റെ തന്നെ കോൺട്രാക്ട്. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല ഒറ്റ മിനിറ്റ്, നിങ്ങൾ എന്തിനാ അസ്വസ്ഥപ്പെടണേ? 7 വരെ സമയമുണ്ടല്ലോ, ഞാൻ ഇറങ്ങി പോകുന്നല്ലോ. ഇപ്പൊ ഫുഡിന്റെ കോൺട്രാക്ട്, ഒറ്റ മിനിറ്റ് ഒന്ന് കേൾക്കൂ താങ്കൾ. ഫുഡിന്റെ കോൺട്രാക്ട് രാവിലെ പ്രഭാത ഭക്ഷണം ഏൽപ്പിക്കുന്ന ഏജൻസി തന്നെ ആകണമെന്നില്ല ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുന്നത്. ലഞ്ച് ഏൽപ്പിക്കുന്ന ഏജൻസി തന്നെ ആകണമെന്നില്ല വൈകുന്നേരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് അനോമലി ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖയും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉണ്ട് എന്നും ഈ 17-ാം തീയതി അത് ചർച്ച ചെയ്ത് പരിഹരിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ഇതാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമെന്നും അതിന് സംസ്ഥാന ഓഡിറ്റിംഗ് അതോറിറ്റിയുടെ ഒരു പാറ്റേൺ ഉണ്ട് എന്നും ആ പാറ്റേൺ അനുസരിച്ച് തന്നെ മുഴുവൻ ഒരു പ്രൈമറി ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച് തന്നെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ രേഖകളുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് അറിയാത്ത ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊണ്ടേ കൊടുത്തു. ഹൈക്കോടതി അത് ഉത്തരവിന്റെ ഭാഗമാക്കിയിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പറയണതേ പറഞ്ഞിട്ടുള്ളൂ, തെറ്റാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അല്ല അരുൺകുമാർ, ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് പ്രൈമറി സ്കൂൾ കുട്ടികളൊന്നും അല്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട ഓഡിറ്റിംഗ് ഫേം അല്ലേ. അവരുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാണ്ട് അയ്യോ ഒരു സബ് കോൺട്രാക്റ്റും മെയിൻ കോൺട്രാക്റ്റും തമ്മിൽ ഇങ്ങനെയാണോ പൊരുത്തക്കേടുണ്ടോ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന, ഓഡിറ്റിൽ എഴുതി വെക്കുന്ന അത്രയും ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ എന്താ അങ്ങനെ മണ്ടത്തരം എഴുതി വെക്കുന്ന സ്ഥാപനമാണോ ഒരു ഓഡിറ്റിംഗ് ഫേം? എനിക്കറിയില്ല. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഹൈക്കോടതി മുമ്പാകെയൊക്കെ വരുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ അത്രയും വലിയ മണ്ടത്തരമൊക്കെ വരും എന്ന് അങ്ങ് എനിക്കത് ദഹിക്കുന്ന കാര്യമല്ല.
ഒറ്റ കാര്യം മതി. ഈ ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് ഹൈക്കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് വെരിഫൈ ചെയ്തുവെന്നോ ദേവസ്വം ബോർഡ് അംഗീകരിച്ചുവെന്നോ ദിവസം നടന്ന യോഗത്തിൽ അത് പരിഗണിച്ചു എന്നോ കാണിക്കുന്ന എന്തെങ്കിലും ഒരു എഴുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊരു അറ്റസ്റ്റേഷൻ താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റും? അല്ല, അപ്പോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്കാണോ കൊടുത്തത്? ഒന്നുമില്ല. നേരിട്ട് സ്പെഷ്യൽ കമ്മീഷണർക്കാണോ അപ്പോ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തത് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ്? അതാണ് പ്രശ്നം. അല്ല, അതാണ് ഹൈക്കോടതിക്കാണ്. ആവാൻ വഴിയില്ല, അങ്ങനെ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങൾക്കറിയില്ല. ശരി, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് വാങ്ങിച്ചതാണ്. ഒരു അരമിനിറ്റ്. അല്ല, പെർമിറ്റ് മീ ഹാഫ് മിനിറ്റ്. ശരി. ഇന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി എന്താ പറഞ്ഞത്? പത്രസമ്മേളനം നടത്തി പറഞ്ഞെന്താ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ പരിഗണനാ വിഷയമായിട്ട് വന്നിട്ടില്ല, മുഴുവൻ ബില്ലും രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ 17-ാം തീയതി ചർച്ച ചെയ്യാൻ പോകുന്നു. പിന്നെ ഇതെങ്ങനെ ധൃതി പിടിച്ച് 2 എക്സ്റ്റൻഷൻ കിട്ടിയിട്ടും ഹൈക്കോടതി മുമ്പാകെ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തു എന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ട്. ഹൈക്കോടതി ബോധിപ്പിക്കും. 17-ാം തീയതി ഡേറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. ശരി, 17-ാം തീയതി വരെ കാത്തിരിക്കണമെന്ന് CPM പറയുന്നു.